30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും പശ്ചാത്തല വികസനത്തിനും ആരോഗ്യത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. 39.49 കോടി രൂപ വരവും 38.28 കോടി രൂപ ചെലവും 1.21 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് VP അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചത്. 85,50,000 രൂപ നികുതി ഇനത്തിൽ പ്രതീക്ഷിക്കുന്നു. നികുതി വരുമാനമായി രജിസ്ട്രേഷൻ ഫീ, സർട്ടിഫിക്കറ്റ് ഫീ, പെർമിറ്റ് ഫീ, യൂസർ ചാർജ് എന്നിവയിലായി 49,76,400 രൂപയും നടപ്പ് വർഷം പ്രതീക്ഷിക്കുന്നു. ജനറൽ പർപ്പസ് ഫണ്ടിനകത്ത് 2,08,20,000 രൂപയും പ്രതീക്ഷിക്കുന്നു. ചെലവ് നിർദ്ദേശങ്ങൾ: കിസാൻ മിത്രയ്ക്ക് 48 ലക്ഷം രൂപ. കാർഷിക മേഖലയെ അടിസ്ഥാനമായി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള മണ്ണാണ് നമുക്കുള്ളത്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായി നെൽകൃഷി വികസന പദ്ധതി, വൈദ്യുതി, അടുക്കളത്തോട്ടം, തെങ്ങ് കൃഷി, പച്ചക്കറി കൃഷി, വാഴ കൃഷി എന്നിവയുടെ ഉത്പാദനം വർദ്ധിക്കുന്നതിനും വിള സംരക്ഷണത്തിനായി സൗരോർജ്ജ വേലി നിർമ്മാണം എന്നീ പദ്ധതികൾക്കായി 48 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. അടുത്തതായി കാമധേനു പദ്ധതി, മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി. മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കൂടുതൽ ആളുകൾ ക്ഷീരമേഖലയിൽ കടന്നു വരുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷീര കാർഷിക മേഖലയെ കൂടുതൽ ലൈഫ് PMAY പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണങ്ങൾക്കായി 11 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. ആരോഗ്യമേഖലയ്ക്ക് 69 ലക്ഷവും, പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 82 ലക്ഷം രൂപയും, പശ്ചാത്തല വികസനത്തിന് 2.2 കോടി രൂപയും, കാർഷിക മേഖലയ്ക്ക് 48 ലക്ഷവും, മൃഗസംരക്ഷണത്തിന് 37 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അംഗൻവാടി നവീകരണത്തിനും പോഷകാഹാരത്തിനുമായി 80 ലക്ഷം രൂപയും, വനിതാക്ഷേമത്തിന് 37 ലക്ഷവും, വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് 29 ലക്ഷം, പാലിയേറ്റീവ് കെയർ 20 ലക്ഷം, യുവജനക്ഷേമത്തിന് 5 ലക്ഷം, ജനസേവനം കാര്യക്ഷമമാക്കാൻ 40 ലക്ഷം എന്നിങ്ങനെയും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഫ്സത്ത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ കൊരമ്പയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP അബ്ദുൾ റഷീദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ മൂർക്കൻ, അംഗങ്ങളായ അഖില ദിനേശ്, ജോർജ് P വർഗീസ്, TC ഹരിദാസൻ, CDS പ്രസിഡന്റ് ഉഷ സച്ചിദാനന്ദൻ, സെക്രട്ടറി പാർവതി മേനോൻ, B ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം.